നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതിയുടെ പിതാവ് TP കേസിലെ പ്രതി TK രജീഷിന്റെ വിശ്വസ്തനാണ് എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രധാന പ്രതിയുടെ പിതാവിനെ രക്ഷിക്കാൻ CPM തലത്തിൽ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കൊലപാതകത്തിന് ഇയാളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ്. പ്രധാന പ്രതിക്ക് പിതാവിൽ നിന്നും പിന്തുണ ലഭിച്ചതായി പോലീസ് കണ്ടെത്തിയെങ്കിലും TP കേസിലെ പ്രതികൾക്ക് സർക്കാരിൽ നിർണായക സ്വാധീനമുള്ളതിനാൽ തന്നെ പിതാവിന്റെ പങ്ക് പുറത്തുവരില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രതികൾക്ക് SSLC പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയ സർക്കാർ നടപടി വ്യാപക വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം പോലും പുറത്തുവിടാതെയാണ് പോലീസ് സഹായിക്കുന്നത്. ഇതിലും CPM ഇടപാട് ഉണ്ട്. പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രാജേഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ്. ആക്രമണ സമയം ഇയാൾ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. TK രതീഷിന്റെ ഇടപാടുകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ജയിലിൽ കിടക്കുമ്പോഴും രജീഷ് സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമായിരുന്നു. ഇത്തരം ഇടപാടുകളിൽ പ്രധാന പ്രതിയുടെ പിതാവിന് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. തലയോട്ട് തകർന്നാണ് ഷഹബാസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഷഹബാസിനെ ആക്രമിച്ചതെന്ന് പിതാവ് ഇക്ബാലും പറയുന്നു. 5 പേരെ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഷഹബാസിനെ കൊല്ലുമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ തുറന്നു പറയുന്ന കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. TP വധക്കേസ് പ്രതിപട്ടികയിലുള്ള TK രജീഷിനൊപ്പമാണ് ഇയാളുള്ളത്. ഈ ചിത്രം എപ്പോഴാണ് എടുത്തത് എന്ന കാര്യം വ്യക്തമല്ല. ഈ സംഭവത്തിൽ കൊട്ടേഷൻ സംഭവവുമായി ബന്ധമുണ്ടെന്നും ആക്രമണം നടക്കുമ്പോൾ കുട്ടിയുടെ പിതാവും ബന്ധുക്കളും സ്ഥലത്തുണ്ടായിരുന്നു എന്ന ഷഹബാസിന്റെ പിതാവിന്റെ ആരോപണത്തെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് ഷഹബാസിനെ അടിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചത്. പ്രധാന പ്രതിയുടെ വീട്ടിൽ ആദ്യം ആളുണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് റെയ്ഡ് നടത്തിയത്. ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. റിമാൻഡിലായ 5 വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത്. ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന 5 പ്രതികളെയും SSLC പരീക്ഷിക്കാമെന്നാണ് തീരുമാനം. എന്നാൽ ഇത് സ്കൂളിൽ വെച്ച് വേണോ എന്നതിൽ തീരുമാനം ആയിട്ടില്ല. കുട്ടികളെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലും ഇവർക്ക് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കാം. എലൈറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ്. വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരിയിൽ ഷഹബാസ് ഉൾപ്പെടുന്ന ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിയെ ചൊല്ലി ചേലി തിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിനിടെ നഞ്ചക്ക് എന്ന ആയുധം കൊണ്ട് തലയ്ക്കടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ തന്നെ ബോധരഹിതനാവുകയായിരുന്നു. രക്ഷിതാക്കൾ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചുവെങ്കിലും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ഒരു ദിവസം മാത്രമാണ് ഷഹബാസ് ജീവൻ നിലനിർത്താൻ ആയത്. കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമായി ഇത്തരമൊരു കൃത്യം നിർവഹിക്കാൻ കഴിയില്ല എന്ന് പോലീസിനറിയാം. TK രജീഷിന്റെ ശിഷ്യന്മാർക്ക് ഇതെല്ലാം നിസ്സാരമാണെന്നും പോലീസ് കരുതുന്നുണ്ട്. TP കേസ് പ്രതികളായ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സജിത് എന്നിവർക്കും മോചനത്തിന് വഴിയൊരുക്കാനുള്ള നീക്കം ശക്തമാണ്. ഇത് കത്തിപ്പടരുന്നതിനിടയിൽ ട്രൗസർ മനോജിന്റെ മോചന വിഷയത്തിൽ പോലീസ് KK രമയെ ബന്ധപ്പെട്ടതും പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി. നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് ആഭ്യന്തര സെക്രട്ടറി കഴിഞ്ഞ വർഷം ജൂൺ 3-ന് ഉത്തരവിറക്കിയിട്ടും പ്രതികളുടെ മോചനത്തിനായി ചരടുവലികൾ നടത്തി. കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 പേർ ഉൾപ്പെടെയുള്ള 9 പേർക്ക് 20 വർഷം തടവ് പൂർത്തിയാകും വരെ ഇളവ് പാടില്ല എന്നും ഹൈക്കോടതി വിധി വന്നിട്ട മാസങ്ങളെ ആയിട്ടുള്ളൂ. അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതാണ് എന്നും കരുതാൻ വയ്യ. ശിക്ഷ ഇളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ TP കേസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ പിഴവാണ് എന്നും വിശദീകരണം തേടിയെന്നുമുള്ള ജയിൽ DIGയുടെ ന്യായവും തടിയൂരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ TP കേസ് പ്രതികളുടെ പേര് ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ വരില്ല എന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ ജയിൽ ഉപദേശക സമിതിയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും അംഗമാണ് എന്നും കാണാതെ പോകാൻ വയ്യ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി അർഹരായ തടവുകാർക്ക് 15 ദിവസം മുതൽ 1 വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടികയിൽ TP കേസ് പ്രതികളായ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സജിത് എന്നിവരുടെ പേരുകൾ തിരികെ കയറ്റിയതോടുകൂടിയാണ് വിവാദത്തിന് തുടക്കമായത്.
ടി.പി. ചന്ദ്രശേഖരനെ വധിച്ച കേസിലെ കൊലയാളി സംഘത്തിലെ പ്രധാനിയായ ടി.കെ. രജീഷിന് ജയകൃഷ്ണൻ മാസ്റ്റർ വധമടക്കം 6 കൊലപാതകങ്ങളിൽ പങ്കെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിനിടയിലാണ് അന്വേഷണ സംഘത്തോട് രജീഷ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കണ്ണൂരിലെ 6 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്നാണ് രജീഷ് മൊഴി നൽകിയിരിക്കുന്നത്. കണ്ണൂരിലെ ഒരു CPM നേതാവിന്റെ ആവശ്യപ്രകാരമാണ് താൻ ഈ കൊലയാളി സംഘത്തിൽ ചേർന്നത് എന്നും രജീഷ് മൊഴി നൽകിയിട്ടുണ്ട്. ഈ നേതാവിന്റെ പേരും രജീഷ് പറഞ്ഞതായാണ് സൂചനയുള്ളത്. മുമ്പ് 3 തവണ ചന്ദ്രശേഖരനെ വധിക്കാൻ ശ്രമിച്ചുവെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞിട്ടാണ് കൊന്നതെന്നും പറഞ്ഞിരുന്നു. ടി.പി. കേസിൽ താമരശ്ശേരി കൊലപാതകത്തിലെ പ്രധാന പ്രതിയുടെ പിതാവിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. തന്റെ അവസ്ഥ നാളെ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്ന് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ അച്ഛൻ മുഹമ്മദ് ഇക്ബാൽ പറയുമ്പോൾ നിയമ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ഇക്ബാൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. കുറ്റാരോപിതരുടെ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളുടെ പങ്കും അന്വേഷിക്കണം. ഇതാണ് ഇക്ബാലിന്റെ പ്രതികരണം. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത്. പാരന്റ്സ് കൂടി കൂട്ടുനിന്നാണ് ഇത് ചെയ്തത് എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. വീണ്ടും കേൾക്കുന്നവർ പരീക്ഷ എഴുതാൻ ഈ സ്കൂളിലേക്ക് വീണ്ടും അവർ വരും. അവിടെയുള്ള കുട്ടികളുടെ നിലപാട് അവർക്ക് പേടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ സ്കൂളിൽ നടന്ന സംഭവം ചെറിയ രീതിയിലായിരുന്നു. ഈ കോമ്പസ് കൊണ്ട് ഉപദ്രവിച്ചു, കല്ലെടുത്തടിച്ച് മൂക്കിൽ നിന്ന് രക്തവും വന്നു. അന്നവർ സ്വാധീനം ചെലുത്തി ഒതുക്കി തീർത്തു. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ച അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വർഷം അതേ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അന്ന് ചെയ്തവർ ഇന്ന് എന്റെ മകന്റെ കൊലപാതകികളായി മാറിയിരിക്കുന്നു. അന്നിത് ഏറ്റെടുത്ത് ഈ വിഷയം അധികാരികളുടെ മുന്നിൽ എത്തിച്ച് തക്ക ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടായിരിക്കുമായിരുന്നില്ല. നീതിപീഠത്തിലും സർക്കാരിലും ഉറച്ച വിശ്വാസമുണ്ട്. കിട്ടാവുന്ന പരമാവധി ശിക്ഷ കുറ്റക്കാർക്ക് കിട്ടണം. എന്റെ കുടുംബത്തിന് ഇതൊരു തീരാ മുറിവ് തന്നെയാണ്. നഷ്ടപ്പെട്ടത് എന്തായാലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഇനി വരുന്ന തലമുറകളിലെ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. പലയിടത്തു നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ അവനെ ട്യൂഷന് വിട്ടത്. എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാശോ പണമോ സ്വാധീനമോ ഒന്നും ഞങ്ങൾക്കില്ല. ഒരു പ്രശ്നത്തിലും ഇടപെടരുത്. വീട്ടിലിരുന്ന് പഠിക്കണം എന്നാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്. കൂലിവേല ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്റെ ഭാര്യ മാനസികമായി തകർന്ന അവസ്ഥയാണ്. നാളെ ഒരു രക്ഷിതാവിനും എന്റെ അവസ്ഥ ഉണ്ടാകരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്നാണ് മുഹമ്മദ് ഇക്ബാൽ പറയുന്നത്.